വൈകുന്നേരമായപ്പോൾ വീടൊക്കെ പൂട്ടിയിട്ട് തറവാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും പോവല്ലേ, നമുക്ക് മൈത്ര പാലത്തിൻ്റെ ഇതിലൊക്കെ ഒന്ന് പോയിട്ട് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏതായാലും വൈകുന്നേരമല്ലേ, സായാഹ്നം ഇവിടുന്ന് ആവട്ടെ എന്നൊക്കെ വിചാരിച്ചു ഒരു ചായയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇതാ മൈത്ര പാലത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. മൈത്ര പാലത്തിൽ വൈകുന്നേര സമയത്ത് ഒരുപാട് ആളുകൾ ഉണ്ടാവും കേട്ടോ. കുഞ്ഞാറ്റയാണെങ്കിൽ എങ്ങനെ ഈ പാലത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറാന്നുള്ള ശ്രമത്തിലാണ്. മിന്നുവാണെങ്കിൽ കിട്ടിയ ചായ ഊതി ഊതി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏതായാലും ചായയൊക്കെ കൂടി കഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റ ഉണ്ട് എങ്ങനെ പുറത്തേക്ക് ഓടാന്നുള്ള ശ്രമത്തിലുമാണ്. ചായ ഗ്ലാസ്സൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് രണ്ടുപേരും ഇങ്ങനെ വരുന്നുണ്ട്. ഒരാളാണെങ്കിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് വരികയാണ്. ഇതൊക്കെ എന്ത്, ഇതിലേറെ വലുത് കാണാൻ കിടക്കുന്നല്ലുള്ളൂ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഓരോ തമാശകളും കോമഡികളും ഇങ്ങനെ വൈകുന്നേര സമയത്ത് ഇങ്ങനെ പോയിരിക്കാനൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഏതായാലും നേരമൊക്കെ വൈകിയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോരാന്നുള്ള ഒരുക്കത്തിലായി. കുഞ്ഞാറ്റയാണെങ്കിൽ ഇങ്ങനെ ചാടിക്കളിച്ച് നടന്നു വരുന്നുണ്ട്. ഞങ്ങൾ ചായ അതാ ഇവിടെ നിന്നാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വണ്ടിയിലൊക്കെ കയറി വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റയാണെങ്കിൽ ഭയങ്കര ബഹളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ടായിക്ക് വേണ്ടിയിട്ടുള്ള. ഏതായാലും ഒരു വിധത്തിൽ വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുപോരുന്ന ഇടയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, അവിടെ പോകണം ഇവിടെ പോകണം, അത് വേണം ഇത് വേണം, അങ്ങനെ പലതും ഓള് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞങ്ങളത് മൈൻഡും ചെയ്യുന്നില്ല. കുറേയൊക്കെ ഞങ്ങൾ മൂളി കൊടുക്കുന്നുണ്ട്. ഇതാ ആ കാണുന്നതാണ് നമ്മുടെ തെക്കേ തൽക്കേ പള്ളി കേട്ടോ. മിന്നു ആണെങ്കിൽ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഇതാ ഇവിടെ തെക്കേ തൽക്കലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ തറവാട് കേട്ടോ. ഏതായാലും വണ്ടിയിൽ നിന്നൊക്കെ രണ്ടാളും കൂടി ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മിന്നു ആണെങ്കിൽ അവിടെ കണ്ട ഒരു ചെരുപ്പ് ഇത് ആരുതാന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ സൂക്ഷ്മദർശിനി വെച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ രണ്ടാളും കൂടി ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു. ബെല്ലടിച്ചിട്ട് വാതിൽ തുറക്കാൻ വരാത്തത് കാണാഞ്ഞിട്ട് കുഞ്ഞാറ്റയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇവിടെ ആരും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതായാലും വാതിലൊക്കെ തുറന്ന് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം കൂടിയിട്ട് കുഞ്ഞാങ്ങളിനെ കണ്ട സന്തോഷത്തിലാണ് രണ്ടാളും. അപ്പോൾ ഏതായാലും ആ സന്തോഷം അവർ രണ്ടാളും കൂടി അങ്ങോട്ട് മുതലാക്കിയിട്ടുണ്ട്. ഞാനിതാ ഇതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരമൊക്കെ വൈകിയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെക്കാളും മുമ്പ് ഇറങ്ങിയത് കുഞ്ഞാറ്റയാണ്. അവൾക്ക് യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്.